വ്ലോഗോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേഡ് കൗണ്ട് അഥവാ GBBCയുടെ 4ാമത്തെ ദിവസത്തെ ആദ്യത്തെ വീഡിയോയിലേക്കും സ്വാഗതം. പക്ഷിമാമംഗം സീസൺ 2 സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 4ാമത്തെ ദിവസം ആദ്യം എത്തിയിരിക്കുന്നത് തട്ടേക്കാട് ബേഡ് സാഞ്ചുറിയിലാണ്. ഞാൻ അധികം കാര്യമായിട്ട് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഞാൻ വന്ന് ഇവിടെ ഇറങ്ങിയപ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ ഇത് ട്രെയിനിലേക്ക് കയറിയൊക്കെയാണ്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ ഞാൻ പയ്യെ വ്ലോഗായിട്ടല്ലാതെ നിങ്ങളെ ഇവിടെ ഉള്ള കാഴ്ചകളും പക്ഷികളെയൊക്കെ കാണിച്ചു തന്നുകൊണ്ട് വളരെ ലൈറ്റായിട്ട് മാത്രം പറഞ്ഞിട്ട് പോവുകയാണ്. കാരണം നമുക്കിന്ന് ടൈം ബൗണ്ടായിട്ട് നമ്മൾ കുറച്ച് പക്ഷികളെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് റിവർ ട്രെയിനിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് തന്നെ കിട്ടേണ്ട വേറെ കുറച്ച് പക്ഷികളെ ഞാൻ പെട്ടെന്ന് കിളി പോയിട്ട് ഓർക്കുന്നില്ല. കാരണം രാവിലെ എണീറ്റ് വന്നല്ലേ. നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം. രാവിലെ 7 മണിയോടെയാണ് ഞാൻ തട്ടേക്കാട് എത്തിയത്. പക്ഷെ വന്ന വഴി നേരെ ട്രെയിനിലേക്ക് കയറാതെ ഞാൻ ഈ പുഴയിലൊക്കെ ഒന്ന് നോക്കി. പുഴയാള എന്ന റിവർ ട്രെയിൻ ആയിരുന്നു എൻ്റെ ലക്ഷ്യം. നോക്കിയപ്പോൾ തന്നെ ഒരാൾ പറക്കുന്നത് കണ്ടു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊരു കരിയാളയായിരുന്നു കേട്ടോ. GBBCയുടെ 3ാമത്തെ ദിവസം ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പക്ഷികളെയൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഈ പെരുമുണ്ടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു തൃശ്ശൂർ കോളിൽ. അതിലും കൂടുതലായി എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ ചായമുണ്ടികളെയും അവിടെ കണ്ടിരുന്നു. ദേ ഇവിടെയും വന്നിരിക്കുന്നുണ്ട് ഒരെണ്ണം. പുഴയാളെ നമുക്ക് എന്തായാലും കിട്ടും. അതുകൊണ്ട് സമയം കളയാതെ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറുന്നതായിരിക്കും നല്ലതല്ലേ. പുതിയ ടിക്കറ്റ് റേറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ടിക്കറ്റ് എടുത്ത് ഇറങ്ങിയപ്പോൾ ദേ നമ്മുടെ മയിൽ കൂട്ടിന് അവിടെ ഇരിക്കുന്നു. പക്ഷെ നമുക്ക് ആദ്യത്തെ ദിവസം തൃശ്ശൂരിൽ നിന്ന് കിട്ടിയിരുന്നു. അതുപോലെ നമുക്ക് സമയവും കുറവായതുകൊണ്ട് ഞാൻ അധികം നേരം അവനെ ഷൂട്ട് ചെയ്ത് നിന്നില്ല. ആ പാലത്തിൽ പോയി പുഴയാളെ ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് വേഗം ട്രെയിനിൽ കയറാം. പ്രതീക്ഷ ഒട്ടും തെറ്റിയില്ല. ദേ പറന്ന് കിടക്കുന്നു 2 പുഴയാളകൾ. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ലൈറ്റ് കുറവായതുകൊണ്ട് നല്ലപോലെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതിനെ ഇവിടുന്ന് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന്. പക്ഷെ ഇപ്പോൾ അതിന് മാറ്റം വന്നു കേട്ടോ. കാർഡും UPI ട്രാൻസാക്ഷനും മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ക്യാഷ് എടുക്കില്ല കേട്ടോ. ടിക്കറ്റ് റേറ്റ്സ് ആണെങ്കിൽ ഇത്തിരി കൂടിയിട്ടുമുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇവിടെ വരുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർക്കുക. ടിക്കറ്റ് എടുക്കുന്നിടത്ത് നിന്ന് ഒരു 150 മീറ്റർ അപ്പുറത്താണ് ട്രെയിനുള്ളത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് കയറാം. ഇനി ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് പക്ഷികളെയൊക്കെ GBBCയിലേക്ക് കിട്ടാനുണ്ട്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഓർക്കുവാണേ, തട്ടേക്കാട് ഞാൻ എത്തിയിട്ട് 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ GBBCക്കാണ് അവസാനമായിട്ട് തട്ടേക്കാട് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വരണം എന്നൊക്കെ പലതവണ വിചാരിച്ചിരുന്നെങ്കിലും ഈ നവംബറിലൊക്കെ വരണം എന്നൊക്കെ ഓർത്തിരുന്നു. പക്ഷേ നടന്നില്ല ഒന്നും. പിന്നെ ഈ 1 വർഷം കഴിയേണ്ടി വന്നു ഇവിടേക്ക് ഒന്ന് എത്താൻ. നമുക്കധികം സംസാരിക്കാതെ നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള പക്ഷികളെ മാത്രം കണ്ടുപിടിച്ചിട്ട് പോകാൻ നോക്കാവേ. അതായിരിക്കും നല്ലത്. കുറച്ച് കോമൺ ആയിട്ടുള്ള ബേഡ്സൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിനെയൊക്കെ ഷൂട്ട് ചെയ്ത് ഒത്തിരി കാഴ്ചകളെ കണ്ടു നിൽക്കാനുള്ള നേരം തൽക്കാലം ഇല്ല. നമ്മൾ തട്ടേക്കാട് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തണുക്കുന്നുണ്ട്, എനിക്ക് വിറയ്ക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ. എന്തായാലും തട്ടേക്കാട് ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. പഴയ വീഡിയോസൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. വലിയ പൊന്നി മരംകൊത്തിയുടെ ശബ്ദം ഞാൻ കഴിഞ്ഞ കുളമാവ് വീഡിയോയിൽ കേൾപ്പിച്ചില്ലേ? അതേ കണ്ടില്ലേ? ഈ തലയിൽ ചുവന്ന പൂവില്ലാത്തത് അതിൻ്റെ പെൺപക്ഷിയാണ് കേട്ടോ. അങ്ങ് മേലെ ഇല്ലുകൾക്കിടയിൽ ഇരിക്കുന്നത് എൻ്റെ ഒരു ടാർഗറ്റ് പക്ഷിയാണ്. തോട്ടക്കാരൻ പക്ഷി എന്ന ബ്ലാക്ക് ത്രോട്ടഡ് മുനിയ. കഴിഞ്ഞ GBBCയിലും എനിക്കിതിനെ ഇവിടെ നിന്നായിരുന്നു കിട്ടിയത്. എൻ്റെ വീടിൻ്റെ പരിസരത്ത് പോലെ ഉള്ള ഒരു പക്ഷിയാണ്. പക്ഷെ GBBC ആകുമ്പോൾ ഇവന്മാർ എങ്ങോട്ടാ മുങ്ങുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. ഞാനിവിടെ വന്നപ്പോൾ 7 മണിയായി. ഇപ്പം 8 മണിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 9:30 ആകുമ്പോഴത്തേക്കെങ്കിലും ഇറങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത്യാവശ്യം ടാർഗറ്റഡ് ആയിട്ടുള്ള പക്ഷികളൊക്കെ കിട്ടി. ഇനിയുണ്ട് ചിലതൊക്കെ. നോക്കാം. ഈ ട്രെയിനിൽ ആനയൊക്കെ ഇറങ്ങാറുണ്ട്. പക്ഷേ ആന ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഇതിലേക്ക് കയറ്റി വിടില്ല. അവർ രാവിലെ വന്ന് നോക്കിയിട്ട് പോകും. ഞാനിപ്പോൾ കണ്ടായിരുന്നു അവർ വന്ന് നോക്കിയിട്ട് പോകുന്നത്. ആനേനെയല്ല, ആളുകളെ. ട്രെയിനിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് രസകരമായിട്ടുള്ളൊരു കാഴ്ച. ഇന്നലെ നമ്മൾ തേടിപ്പോയ മഞ്ഞപ്പെടലി മരംകൊത്തികളുടെ കോഡ്ഷിപ്പ് ഡിസ്പ്ലേ. ഇണയെ ആകർഷിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ.
നിങ്ങൾ പാപ്പുവിലെ പാരഡൈസ് ബേർഡ്സിന്റെ കോഡ്ഷിപ്പ് ഡിസ്പ്ലേ ഒക്കെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും. മയില് പീലി വിരിച്ചാടുന്നതും അതേ പരിപാടി തന്നെയാണ്. അതിരാവിലെ വെളിച്ചം കുറവായതുകൊണ്ടും ഇവർ നല്ല ദൂരത്തായതുകൊണ്ടും ലോ ലൈറ്റും ബാക്ക് ലൈറ്റും എല്ലാം കൊണ്ടും വീഡിയോ അത്ര ക്ലിയർ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇടതുവശത്തുള്ളത് ഒരാണും വലതുവശത്തുള്ളത് പെണ്ണുമാണെന്ന് തോന്നുന്നു. പക്ഷെ കൂടുതൽ ആലോചിച്ചപ്പോൾ ഇനി അത് രണ്ടും ആൺപക്ഷികൾ തന്നെയാണോ, അടുത്തെവിടെയോ ഇരിക്കുന്നത് വേറെ പെൺപക്ഷിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ എന്നൊക്കെ തോന്നിപ്പോയി. അതോ ഇനി രണ്ട് ആൺപക്ഷികൾ കോഡ്ഷിപ്പ് ഡിസ്പ്ലേ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കുമോ? ഇതൊക്കെ വെറും ഓവർ തിങ്കിങ് ആയിരിക്കാം. അത് ശരിക്കും ആണും പെണ്ണും തന്നെ ആവാം. ഇവൻ എന്തായാലും ആൺപക്ഷി തന്നെയാണ്. പക്ഷെ നമുക്കിനി എന്തായാലും നോക്കി നിന്ന് സമയം കളയണ്ട. അപ്പോഴത്തേക്കും മണികണ്ഠനും വന്നിരുന്നു, ഫ്ലെയിം ത്രോട്ടഡ് ബുൾബുൾ. എന്റെ GBC ലിസ്റ്റിലേക്ക് അഡീഷൻ ഒന്നും അല്ല, 2ാം ദിവസം വാഗമണിൽ നിന്ന് കിട്ടിയിരുന്നു. കാണാൻ എന്ത് രസമുള്ള പക്ഷിയല്ലേ. അപ്പോഴേക്കും മഞ്ഞപ്പെടലുകൾ കുറച്ചുകൂടെ കാണാൻ പാകത്തിന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കാണുമ്പോൾ എന്തായാലും ഉറപ്പായി ആണും പെണ്ണും തന്നെയാണത്. ഇവരുടെ സാധാരണ ബ്രീഡിംഗ് ടൈം ഫെബ്രുവരി മുതൽ ജൂലൈ വരെയാണ്. ഇന്നലെ ഇവരെ കണ്ട സ്ഥലത്തും നല്ല കോൾ ഉണ്ടായിരുന്നു. എന്തായാലും അവരങ്ങനെ നടക്കട്ടെ. സമയം രാവിലെ 8 കഴിഞ്ഞേ ഉള്ളൂ. എന്നാലും നമുക്ക് മുന്നോട്ട് നടക്കാം. ഈ സൈഡിലൊക്കെ കുറച്ച് വെള്ളം കയറി കിടക്കുക. എന്തെങ്കിലും സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് നോക്കുന്നത്. പക്ഷെ നമുക്ക് അത്യാവശ്യം കിട്ടേണ്ട സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ കയറിയിട്ട് കുറച്ച് നേരമായുള്ളൂ. ഇവിടെ നിന്ന് പ്രതീക്ഷിച്ച റൂഫസ് ബെല്ലി ട്രിപ്പൈ, അതായത് കാട്ടുഞാലി, ഓലഞ്ഞാലിയുടെയൊക്കെ വളരെ അടുത്ത റിലേറ്റീവ് ആണ്. അതിന് മാത്രം എനിക്കിപ്പോൾ കിട്ടുന്നില്ല. വേറെയും കിട്ടാവുന്ന പക്ഷികളുണ്ട്. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഉറപ്പിക്കുന്ന ചില പക്ഷികളുണ്ട്. അതിലൊന്നായിരുന്നു അത്. നോക്കാം ശബ്ദങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്. ഇവിടേക്ക് എന്തെങ്കിലും ക്രീക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നേനെ. ഇവിടെ നിന്നൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങി ഓടണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമയം ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. 8:30 ആവാറായി ഇപ്പം. ഞാനിനി ഒരു കുറച്ച് ദൂരം കവർ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അധികം നമ്മൾ കണ്ടിട്ടുള്ള പക്ഷികളെ, അല്ലെങ്കിൽ GBCയിൽ കണ്ടിട്ടുള്ള പക്ഷികളെ അധികം നോക്കി നിൽക്കാതെ, ഷൂട്ട് ചെയ്ത് നിൽക്കാതെ നമ്മുടെ ടാർഗറ്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ലൊക്കേഷനിൽ എത്തുമ്പോൾ വൈകും. ഞാനിത് ഈ ഓട്ടപ്പാച്ചിൽ ശരിക്കും വ്ലോഗ് ചെയ്യണമെന്ന് ആലോചിച്ചതാണ്. പിന്നെ ചെയ്തേക്കാമെന്ന് ഓർത്തു. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. കാരണം നമ്മുടെ സാധാരണ രീതി പോലെ അങ്ങനെ നിന്നങ്ങ് ഷൂട്ട് ചെയ്യുമല്ല. നമ്മളൊരു യാത്രക്കിടയിൽ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. മോഡിൽ എന്തൊക്കെ ഇരിപ്പുണ്ട് നോക്കട്ടെ കേട്ടോ. ഞാനിവിടെ വെച്ചൊരു വിദേശ വനിതയെ കണ്ടു. ഒരു 50 വയസ്സിന് മേലെ പ്രായം കാണും അവർക്ക്. ടിക്കറ്റ് എടുക്കുന്നിടത്ത് വെച്ച് കണ്ട പരിചയത്തിൽ അവരെന്നെ ചിരിച്ചു കാണിച്ചു. ഞാനും തിരിച്ച് ചിരിച്ചു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഹാവ് യു സീൻ എനി ഇൻട്രസ്റ്റിംഗ് ബേർഡ്സ് ഹിയർ ടുഡേ? അപ്പോൾ അവർ പറഞ്ഞ മറുപടി, യെസ്, എ ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ബേർഡ് വിത്ത് 2 ലോങ് ടെയിൽ ഫെദേഴ്സ്. ഇത്രയേറെ പക്ഷികളെ കണ്ടതിൽ വെച്ച് അവരെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ പക്ഷി ഈ കാണുന്ന കാടുമുഴക്കിയായിരുന്നു. പാരഡൈസിയസ് എന്ന ശാസ്ത്രീയ നാമം എന്തുകൊണ്ടും യോജിക്കുന്ന സ്വർഗത്തിലെ പക്ഷി അല്ലേ? ഇപ്പം വൈറ്റ് ബെല്ലി ട്രിപ്പയുടെയും കോള് കേൾക്കാനുണ്ട്. അത്യാവശ്യം നമ്മൾ നോക്കിയ പക്ഷികളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്ന് കറങ്ങി ഇറങ്ങാൻ പോവുകയാണ്. 8:45 സമയം. അടുത്ത നമ്മുടെ ലൊക്കേഷൻ എങ്ങോട്ടാണെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ GBC കണ്ടവർക്കറിയാം. തട്ടേക്കാട് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഒമ്പതേകാലായി. ഞാൻ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഒരു 58 സ്പീഷീസൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ സ്പീഷീസ് കൗണ്ടിനേക്കാളും നമുക്കിന്ന് GBCയിലേക്കുള്ള അഡീഷനായിരുന്നു ഇമ്പോർട്ടൻറ്റ്. അതൊരുവിധം എല്ലാം കിട്ടിയിട്ടുണ്ട്. ചിത്രാങ്കൻ മരം കുത്തിയൊക്കെ പറന്നു പോകുന്ന കണ്ടു. അതിനെയൊക്കെ ആഡ് ചെയ്തു. അത് കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിന്ന് അതിൻ്റെ പുറകെ പോയി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കാണുന്നതിന് മാത്രം കാണിച്ചു തരുന്നത്. നമുക്കിനി ഇറങ്ങാനുള്ള പരിപാടി നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഈ വാട്ടർ ബോഡീസിൽ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടി നോക്കാം. എന്നിട്ട് ഇറങ്ങാം. മണ്ണാത്തിപ്പുള്ളിൻ്റെ പാട്ടിൻ്റെ അകമ്പടിയിൽ കരിയാളകൾ ഇങ്ങനെ വെള്ളത്തിൽ മീൻ പിടിച്ച് നടക്കുന്നത് കാണാം. പക്ഷേ ഒരുപാട് കാഴ്ചകൾ കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി പോയി നമുക്കിന്ന്. തട്ടേക്കാടുള്ള പക്ഷികളുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാം ഒന്ന് കണ്ടു നോക്കണേ. ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ തുടങ്ങുമ്പോൾ അതേ നല്ലൊരു നീളൻ വെള്ളവാലുള്ള നാഗമോഹനെയും കണ്ടു കേട്ടോ.
അത്യാവശ്യം നല്ല കുറച്ച് പക്ഷികളെ കണ്ടു, എനിക്ക് ആവശ്യമുണ്ടായിരുന്ന പക്ഷികളെയും കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ വ്ളോഗ് നിർത്തിയേക്കാം. ഞാൻ കുറച്ചുകൂടി നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോകാൻ പോവുകയാണ്. എങ്ങോട്ടായിരിക്കും ഒന്ന് ഗസ് ചെയ്യേണ്ട കാര്യമില്ല. കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഞാൻ എന്തായാലും ഇറങ്ങുകയാണ്, വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. ഇത് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.